ചില സമയത്ത് തോന്നും ഈ മയിരൊക്കെ ഇട്ടിട്ട്, മയിര് മീൻസ് ജോലിയൊക്കെ ഇട്ടിട്ട് പോയാലെന്ന് ആലോചിക്കും. അപ്പോൾ പിന്നെ ജോലി ഇട്ടിട്ട് പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഓമ്പിരിക്കുക. അപ്പം അങ്ങനത്തെ ഒരു പരിപാടി വരും. അല്ല, അങ്ങനെ വരില്ല. നമ്മൾ വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഒക്കെ നോക്കും. നമുക്ക് പണി അറിയാത്തോളം കാലം നമുക്ക് പേടിക്കാനായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെയാണ് പരിപാടി. വേറെ പിന്നെ എന്താ, ഞാനൊരു ലൈവിൽ വന്നൊരു കാര്യം ഞാൻ പറയാം. ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു ഒരു എന്താ ഇയാളുടെ പേര്, മറാഠിയോ അങ്ങനെ എന്തോ ഒരു ലാംഗ്വേജ് ഒന്നുണ്ട്. അങ്ങനെ എന്തോ ലാംഗ്വേജിൽ എന്തോ ഒരു പരിപാടി പറഞ്ഞു. ആ ലാംഗ്വേജ് ഞാൻ ഓർക്കണില്ല. ഞാനെന്തോ പറഞ്ഞിട്ട് ഇയാൾ എന്നോട് പറയും ഇത് ട്രാൻസ്ലേഷൻ, എന്താ പറയുന്നത്, ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പം ഞാനത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഇത് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് ബാക്കടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ലൈവ് ഇതായിപ്പോവും. അപ്പം ഞാനത് അവസാനം കഴിഞ്ഞിട്ട് ഞാൻ നോക്കാമെന്ന് വിചാരിച്ചു. ഈ മറാഠിയിലുള്ള പുള്ളി എന്താ മെസ്സേജ് വെച്ചിട്ട് ഇങ്ങനെ പറയുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്രോമിൽ ഇങ്ങനെ നോക്കി, ഈ സാധനം ഇങ്ങനെ അടിച്ചിട്ട് എന്തോ ഒരു ലാംഗ്വേജ് അടിച്ചിട്ട് ഞാൻ അതിൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ മലയാളം നിനക്ക് ലൈവിലേക്ക് സ്വാഗതം, ലൈവിലേക്കല്ല നിനക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടേക്കാം. അപ്പം ഞാൻ ആലോചിക്കുക, ദൈവമേ. പിന്നെ എന്താ പറയുക, ഒരു പട്ടാളക്കാരനെ പരിചയപ്പെട്ടു ലൈവിൽ. പുള്ളി ആദ്യമേ ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലൊരു മെസ്സേജൊക്കെ ആയിരുന്നു എന്നോട്. എന്നൊരു ഇഡിയറ്റ് അങ്ങനെയൊക്കെ വിളിച്ച്, തെണ്ടി എന്നൊക്കെ ഇംഗ്ലീഷിലൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തെണ്ടിയല്ല. അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് താഴ്ന്നു, ഫ്രണ്ട് സോറി ബ്രോ അങ്ങനെ വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ കമ്പനിയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എവിടെയാണ് സ്ഥലം, അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പഞ്ചാബിലാണ് എൻ്റെ സ്ഥലം. നിങ്ങളൊക്കെ ഫേക്കാണെന്ന് അറിയില്ല കേട്ടോ, എത്രത്തോളം ഫേക്കാണെന്നോ എത്രത്തോളം ജെന്യുവിനാണെന്നൊന്നും അറിയില്ല. എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ പഞ്ചാബിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടെ കേരളത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പഞ്ചാബ് ഭയങ്കര ഇഷ്ടമാണ്. കാണാൻ ഭയങ്കര അടിപൊളി സ്ഥലമാണ് പഞ്ചാബ്. ഫുഡിൻ്റെ കാര്യം എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആൾക്ക് കേരളം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഫിഷൊക്കെ നല്ല ഫിഷ് കറിയൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് പറഞ്ഞു. അപ്പോൾ പിന്നെ അവസാനം എന്താ ജോലിയൊക്കെ ചെയ്യണത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ പട്ടാളത്തിലാണ്, നേവിയിലാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആളിപ്പോൾ എവിടെ തമിഴ്നാട് ഒരു പ്ലേസിൽ തമിഴ്നാട് ഒരു പ്ലേസിൽ എവിടെയോ സ്ഥലത്തുണ്ട് വർക്ക് ചെയ്യുക. അവിടെ എന്തോ സ്റ്റേ അടിക്കുക അങ്ങനെ എന്തോ പരിപാടി പറഞ്ഞു എന്നോട്. എനിക്കത് ഓർക്കുന്നില്ല. 2 ദിവസം മുന്നുള്ള ലൈവാണ് പറയണത്. അപ്പം അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോണത്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ശരി, നാളെ കാണാം. നാളെ എന്തെങ്കിലും ഈ ഒരു കാര്യം പറഞ്ഞാൽ മറന്നു. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവം ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടു. അതായത് ഏറ്റവും ഉള്ള കാര്യം ഞാൻ പറയാം. നമ്മുടെ അവിടുത്തെ ട്രാഫിക്കിൽ ഇപ്പോൾ ഒരാൾ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് സീബ്ര വഴിയാണെങ്കിലും അല്ലാണ്ടും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എങ്ങനെ പോയാലും വണ്ടി നിർത്തും. നമ്മുടെ തൃശ്ശൂർ എവിടെ പോയാലും വണ്ടി നിർത്തും, സ്റ്റോപ്പ് ചെയ്ത് നിർത്തും. അതൊരു അമ്മയും ഒരു മോനും ആണെങ്കിൽ, ആ മോന് വളരെ പ്രായം കുറവാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എത്ര വലിയ വണ്ടിയാണെങ്കിലും അവൻ നിർത്തിയിരിക്കും. അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ തൃശ്ശൂരുള്ളതിൻ്റെ. പക്ഷേ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ഒരു ഇൻസിഡൻറ്റ് കണ്ടു. അതായത് ഒരമ്മയും ഒരു മോനും, മോന് വലിയ പ്രായമൊന്നുമില്ല, എനിക്ക് തോന്നുന്നു 6 വയസ്സ് 7 വയസ്സിനുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ മോൻ വണ്ടി നിർത്തുന്നില്ല. അപ്പോൾ കടന്ന് ക്രോസ് ചെയ്തു. ആ മോൻ കൈ കാണിക്കുക ഇങ്ങനെ വണ്ടി നിർത്താൻ പറഞ്ഞിട്ട്. പക്ഷെ ഒരു വണ്ടി നിർത്തുന്നില്ല. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരു പരിധി കഴിഞ്ഞപ്പോൾ തന്നെ കടന്നു, എന്തൊരു ഭയം കൊണ്ട് കടന്നു പോയി എന്നാൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്രയും ചെറ്റത്തരമുള്ളൊരു സ്ഥലമാണ് ഇവിടെ. റോഡിലിറങ്ങിയ മര്യാദയ്ക്ക് നമ്മൾ നോക്കി കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പൊങ്കാല ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ അത്രയും വൃത്തികെട്ട ആൾക്കാരാണ്. വണ്ടി നിർത്തില്ല, ഒരു ദയാദാക്ഷിണ്യം എന്നൊക്കെ സാധനമില്ലേ, ആ സാധനമൊന്നും ഇല്ല ആർക്കും ഇവിടെ. അത്രയും കെയർലെസ് ആയിട്ട് വണ്ടി ഓടിക്കലും, ഹെൽമെറ്റ് വെക്കില്ല, 3 പേര് ത്രിബിൾ വെച്ച് പോവും, അങ്ങനെയൊക്കെയുള്ള ഒരു പരിപാടി. പാർക്കിങ്ങിൽ വണ്ടിയുടെ റോഡിൻ്റെ സെൻറ്ററിലൊക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യും. നടന്നു പോകുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ട്, ബാക്കിലുള്ളവർക്കും ബുദ്ധിമുട്ട്. അത് ചോദിക്കാൻ ആരുമില്ല, പോലീസുകാരും ഇല്ല, ഒരു തേങ്ങയില്ല. നമ്മളവിടെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എടുത്തുകൊണ്ട് പോയി എന്ന് ആലോചിച്ചാൽ മതി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായത്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. പോട്ടെ, നാളെ കാണാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോൾ ലൈവ്
വേണ്ട, ഒരു മണിക്കായിട്ട് ലൈവ് ചെയ്യാം. ലൈവ് പോവും യൂട്യൂബിൽ. അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് വരാണെന്നുണ്ടെങ്കിൽ വായോ. ബൈ. സി യു ടുമാറോ.